നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 53ാമത് ദേശീയ സുരക്ഷിതത്വ വാരാചരണത്തിന് തുടക്കമായി. കൺസ്ട്രക്ഷൻ മേഖലയിലെ സുരക്ഷിതമായ പ്രവർത്തനങ്ങൾക്ക് 3ാം പ്രാവശ്യവും അവാർഡ് കരസ്ഥമാക്കിയ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് കാക്കനാട് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി തൃക്കാക്കര മുനിസിപ്പൽ എഞ്ചിനീയർ ടി.കെ. ഹരിദാസ് നിർവഹിച്ചു. അപകടങ്ങൾ ഒഴിവാക്കി സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ വിഭാഗം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഓരോ വർക്ക് പ്ലേസുകളിലും അപകടം ഒഴിവാക്കിക്കൊണ്ട് സേഫ്റ്റി ഒരു പ്രാക്ടീസ് ആക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ സേഫ്റ്റി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ വീഗാലാൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ മാർച്ച് 4-ന് ഈ സേഫ്റ്റി ഡേ ആയിട്ടും ഈ ഒരാഴ്ച സേഫ്റ്റി ക്യാമ്പയിനും ചെയ്തുകൊണ്ട് നമ്മളത് ഈ ഒരാഴ്ചയോ ഒരു ദിവസം മാത്രം കീപ്പ് ചെയ്യേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അതൊരു പ്രാക്ടീസ് ആയിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ സേഫ്റ്റി ഒരു ശീലമാക്കി മാറ്റിയെടുക്കണം. സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും നമ്മൾ യാത്ര ചെയ്യുന്ന എവിടെയായാലും അതൊരു പ്രാക്ടീസായി നമ്മൾ കൊണ്ടു നടക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തണം. അതിനുള്ള ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. സുരക്ഷിതത്വം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഞാൻ അർപ്പണബോധത്തോടെ ശ്രമിക്കാമെന്നും ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടതായ നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവ പാലിക്കുവാനും അതിനുതകുന്ന മനോഭാവവും ശീലങ്ങളും വളർത്തിയെടുക്കുവാനും പരമാവധി പ്രയത്നിക്കാമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു. അപകടങ്ങളും രോഗങ്ങളും ദേശീയ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഹാനികരമാണെന്നും അംഗവൈകല്യം, മരണം, ആരോഗ്യനഷ്ടം, വസ്തുനാശം, സാമൂഹ്യ ക്ലേശം, പരിസ്ഥിതി പതനം എന്നിവയ്ക്ക് കാരണമാകുമെന്നും ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും താൽപ്പര്യ സംരക്ഷണത്തിനായി എല്ലാവിധ അപകടങ്ങളും തൊഴിൽജന്യ രോഗങ്ങളും തടയുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും വേണ്ടി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ സുദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. വീഗാലാൻഡിന് ഈ വർഷത്തോടു കൂടി ആകുമ്പോൾ സേഫ്റ്റി അപ്പാർട്ട്മെൻറ്റ് മേഖലയിൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട 3ാമത്തെ അവാർഡാണ് നമുക്ക് ഇത്തവണ ലഭിക്കുക. ഈ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടല്ല, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ സൈറ്റിൻ്റെ സെലക്ഷൻ മുതലുണ്ട്. ഇപ്പം നമുക്ക് അവാർഡ് കിട്ടിയ എക്സോട്ടിക്ക എന്ന് പറയുന്നതിൻ്റെ 2 ഭാഗത്തു കൂടി നമ്മുടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അതായത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും അവിടെ ധാരാളം ഗ്രീനറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിർമ്മാണ മേഖലയിൽ റൈറ്റ് ഫ്രം ദ പൈലിംഗ് ഓൺവേർഡ് നടത്തുന്ന ടെസ്റ്റുകളിൻ്റെ സ്ട്രക്ചറബിലിറ്റി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, ഫയറുമായിട്ട് ബന്ധപ്പെട്ട്, ലൈറ്റ്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രിക്കൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രം പോരാ, നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അവിടെയുള്ളവർക്ക് അതെങ്ങനെ വർക്ക് ചെയ്യിക്കാം, എങ്ങനെ വേണം എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ആ ട്രെയിനിങ് കൂടി, കാരണം നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കൊടുത്താലും ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റണ്ടേ. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്. അല്ലെങ്കിൽ ഗ്യാസിന് നമ്മൾ സേഫ്റ്റി സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ലിഫ്റ്റ് ഒന്ന് സ്റ്റക്കായിപ്പോയി, എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ട്രെയിനിങ് നമ്മൾ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ കുട്ടികൾക്കുള്ള പ്ലേയിങ് എക്യുപ്മെന്റ്, മുതിർന്നവർക്കുള്ളത്, സ്വിമ്മിംഗ് പൂള്, ഇത് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എല്ലാ അപ്പാർട്ട്മെന്റുകളിലും നമ്മൾ ചെയ്യുന്നു. അതുപോലെ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റിലും നമ്മൾ ഒരു ഡ്രിങ്കിങ്ങിന് വേണ്ടി ആരോ വാട്ടർ പോയിന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. വേസ്റ്റ് ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റിലും തന്നെ വേസ്റ്റ് നമ്മൾ ഇൻഹൗസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ പ്രോജക്റ്റിൽ വേസ്റ്റ് നമ്മൾ നമ്മുടെ ഇൻഹൗസ് ആയിട്ട് തന്നെ ബയോബില്ലെ ട്രീറ്റ് ചെയ്യുകയാണ്. അവിടെ തന്നെ ഉപയോഗിക്കുന്നു. മീൻസ് ചെടികൾക്ക് മറ്റുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് പോലുള്ളത് നമ്മൾ സെപ്പറേറ്റ്ലി കളക്ട് ചെയ്തവർ അത് ഓവർഡേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ പറഞ്ഞു വന്നത് സേഫ്റ്റി അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ദിവസം കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ല. മീൻസ് നമ്മളത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ആ ഒരു കൾച്ചർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സേഫ്റ്റി നോക്കണം, നമ്മുടെ ജീവനക്കാരുടെ നോക്കണം. ആ ഒരു കൾച്ചറും കാര്യങ്ങളും ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സേഫ്റ്റി ബോധമുള്ള, സേഫ്റ്റി കൾച്ചറുള്ള ഒരു കൂട്ടം ജീവനക്കാരും തൊഴിലാളികളും ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഡെലിവറി ചെയ്യുന്നതായിട്ടുള്ള പ്രോഡക്റ്റിനും ആ സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ വരാൻ പോകുന്ന എല്ലാ പ്രോജക്റ്റുകളിലും നമ്മൾ ഹൗ ടു ഇംപ്രൂവ് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുക.